ദൈവനാമം മഹത്വം ഉണ്ടായിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി വീണ്ടും കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ ശേഷിച്ചിരിക്കുന്ന അല്പ നിമിഷങ്ങൾ ദൈവം നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കാം നാം എന്ന് ചിന്തിക്കണം. നാം അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പ്രകാരം കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ വഴികളെ പിന്തുടർന്ന് പോകുമ്പോൾ നമുക്ക് ഏക ഭാഗ്യം തന്നിരിക്കുന്ന ഭാഗ്യം വിലപ്പെട്ട സമയം ദൈവം തന്നിരിക്കുന്നത് മക്കൾ ദൈവത്തിൻ്റെ ദാനവും ഉദരഫലവും പ്രതിഫലവുമാണ്. ദൈവം ഓരോരുത്തർക്കും മക്കളെ ദാനം ചെയ്ത് കഴിയുമ്പോൾ ദൈവം അതിൻ്റെതായ സമയത്തെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കണം, എങ്ങനെ അവരെ നടത്തണം, അവരെ എങ്ങനെ കരം പിടിച്ച് നടത്തണം എന്നെല്ലാം അതതിൻ്റെ സമയത്ത് അവരുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ മുഖാന്തരം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് പ്രബോധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളും രഹസ്യങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കുകയോ കാണുവാൻ കഴിയും. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം. ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദൈവത്തിന് സ്തോത്രം, പഥ്യോപദേശത്തിലും പോറ്റി കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് അതതിൻ്റെ സമയത്ത് കുഞ്ഞു പ്രായത്തിൽ ശിക്ഷണത്തിലെ ശാസനത്തിലെ വളർത്തി എടുക്കണം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു പഥ്യോപദേശം പഠിപ്പിക്കണം. ബാലൻ തൻ്റെ അഭ്യസിപ്പിക്കുന്നത് എങ്ങനെ അത് വൃദ്ധനായാലും വിട്ടുമാറിപ്പോകുന്നില്ല. കുഞ്ഞുപ്രായത്തിൽ പഥ്യ ഉപദേശം എന്ന ഈ ഉപദേശത്തിനകത്തെ പഥ്യമുണ്ട്. എന്താണ് ഇതിൻ്റെ രഹസ്യമെന്ന് പറഞ്ഞാൽ ശരിയായ കലർപ്പ് ഇല്ലാത്ത ഉപദേശം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ അന്തസ്സത്തെന്നുള്ള യേശു ക്രിസ്തു ഈ ഉപദേശങ്ങൾ അപ്പോസ്തലന്മാർക്ക് കൈമാറുകയും അപ്പോസ്തലന്മാർ നമ്മെ പരമേൽപ്പിക്കുകയും ചെയ്ത് വിശുദ്ധ വേദപുസ്തകം നമുക്ക് യഥാർത്ഥമായി ഈ നശിച്ചു പോകുന്ന തലമുറയിൽ നിന്ന് നിത്യജീവങ്കിലേക്കുള്ള വഴി എന്താണെന്നും ഈ ലോകത്തിൽ നിന്ന് എങ്ങനെ വേർപെട്ട് ജീവിക്കണമെന്നും ദൈവവചനം അതിനാധാരമായിട്ട് മാനദണ്ഡമായിട്ടൊക്കെ നമ്മെ പഠിപ്പിച്ച് തരുന്നുണ്ട്. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, കുഞ്ഞുങ്ങൾക്ക് പഥ്യോപദേശം കുഞ്ഞുപ്രായത്തിൽ തന്നെ പഥ്യോപദേശത്തിൽ വളർത്തി എടുക്കണം. എന്താണ് പഥ്യോപദേശം? കലരാത്ത ഒരു ഉപദേശത്തിനാണ്. ഉപദേശം അനുഷ്ഠിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴും കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത് അനുസരിക്കുമ്പോഴും ഈ പഥ്യം എന്ന് പറയുന്നത് ദൈവഭക്തിയിൽ കൂടെ ഈ ഉപദേശത്തിൽ സമർപ്പിക്കപ്പെട്ട് ഈ ലോകത്തിൻ്റെ ജീവിതത്തിന് അനുരൂപരാകാതെ അതിൽ നിന്ന് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് സമർപ്പിക്കപ്പെട്ട് ദൈവത്തിലേക്ക് വഴിയിൽ കൂടെ കൊണ്ടെത്തിക്കുകയും ഉപദേശത്തിൻ്റെ ആഴവും സത്യവും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ദൈവഭയത്തിൽ ദൈവഭക്തിയിൽ ദൈവജ്ഞാനത്തിൽ ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി വഴി ഒരുക്കി കൊടുക്കുകയും മാതാപിതാക്കൾ അതതിൻ്റെ സമയങ്ങളിൽ ചെയ്യണം. എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? നേരായ വഴിയെന്ന് പറയുന്നത് ലോകത്തിൻ്റെ വഴിയെന്ന് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പാതയിൽ കൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഉപദേശ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവഭക്തിയിലും ഭയത്തിലും ജീവിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് ഈ ലോകം കൊടുക്കുന്നതിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല വഴികളിൽ ഈ കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം കൊണ്ടെത്തുവാൻ ഇടവരും. മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതേ സമയത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയ ഉപദേശങ്ങൾ. 2 ദുരുപദേശങ്ങൾ കലർന്നിരിക്കുന്ന ഈ കാലയളവ്, ഈ ലോകത്തിലേക്ക് മടി വിളിച്ചു കൊണ്ടിരിക്കുന്ന ഈ തലമുറയുടെ നടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വേർപെട്ട നല്ല ആത്മീയ ദൈവിക മക്കളായി വളർന്ന് ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദമുള്ളതും പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട ഉപദേശമാണ് സത്യവചനത്തിൻ്റെ അടിസ്ഥാനകരമായ ഉപദേശം. അത് പഠിപ്പിക്കുകയും ചെയ്യുവാൻ വളർത്തിയെടുക്കുകയും ചെയ്യും. അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്യത്തെ